എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ കുക്കർ ചിക്കൻ കറി. അപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പ്രഷർ കുക്കറിൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിപ്പോ സ്റ്റുഡൻസിനാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും തിരക്കുള്ള അമ്മമാർക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കാണാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ വെച്ചുള്ള ചിക്കൻ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. 1 കിലോ ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്രോസൺ ചിക്കൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ല് വേണ്ടാന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി നമ്മുടെ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഇവിടെ കുട്ടികൾക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. നമുക്കിത് കുറച്ച് നേരത്തിന് ശേഷം എടുക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു പേസ്റ്റാണ്. അതായത് ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം നന്നായിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റോളം ഇതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ഇതിൽ പിടിച്ചു എന്ന്. പക്ഷെ സവാള ഇടുമ്പോൾ അത് അടിയിൽ പിടിക്കുന്നത് മാറിക്കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് 3 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നൈസാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 4 പച്ചമുളക്. ഈ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ചിക്കൻ കറി നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കി കാണും. സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മസാലപ്പൊടിയുടെ അളവിൽ മാത്രം കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കുക്കർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഈ സവാള വഴറ്റണമെന്ന്. സവാള വഴറ്റി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിന് മുൻപ് ഒരു 1 പോട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അതിൽ സവാളയിൽ വഴറ്റാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കനാണേ. അതും ഇതേപോലെ സ്റ്റുഡൻസിനും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചിക്കൻ കറിയിൽ സവാള വഴറ്റിയിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇതങ്ങ് വഴറ്റി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കുറച്ച് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സവാള വഴറ്റിയതിന് ശേഷം മാത്രം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് തീ വളരെ ലോയിലോട്ട് മാറ്റാം. വളരെ ചെറുതിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ തീ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു അല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ ചേർക്കാൻ പോകും നോർമൽ മുളക് പൊടി അളവ് കൂട്ടി കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് ഒരു കുത്തുന്ന ഒരു വാസനയുണ്ട്. അപ്പോൾ ആ ഒരു വാസന മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഇതിൽ കാശ്മീരി മുളക് പൊടി ഇടാൻ പറയുന്നത് കേട്ടോ. ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്, എപ്പോഴും ശ്രദ്ധിക്കുക. 1 മിനിറ്റോളം ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് 3/4 ടേബിൾ സ്പൂണേ. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ അളവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റണം. ഈ പൊടികളുടെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാൻ പാടുള്ളൂ. തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും മസാലക്കൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോന്നോളും. വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ചെറിയ ഫ്ലെയിമിൽ. പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 1/2 ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി അനുസരിച്ച് മാറ്റം വരും. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 തക്കാളി ഇട്ടാൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരല്പം ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല അവസാനം ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇപ്പോൾ തീ വെച്ചിരിക്കുന്നത്. വെറുതെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ കുക്കർ ശരിക്കും അടയ്ക്കണ്ട. ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വെറുതെ അടച്ചു വെച്ചിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളിതിൽ തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട്
കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിരിക്കുന്ന, സ്മൂത്ത് ആയിരിക്കണം നമ്മളിങ്ങനെ ഈ തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ. അതായത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഒന്ന് താഴെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി ഇട്ട് വേവിക്കുമ്പോൾ അതെല്ലാം ഇങ്ങ് പോന്നോളും. അപ്പോൾ നമുക്ക് മനസ്സിലായി നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിൽ വന്നിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അല്പം കൂടി ഉപ്പാവാം. പുളിയെല്ലാം കറക്റ്റാണ്, എരിവെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് നേരത്തോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. സവാളയ്ക്ക് പരമായിട്ട് ചെറിയുള്ളി ഇടാം, അല്ലെങ്കിൽ സവാള 2 സവാളയും കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇടാം. പക്ഷേ കുട്ടികൾക്ക്, സ്റ്റുഡൻസിനായതുകൊണ്ടും ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയുള്ളിയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത്. എൻ്റെ നാടൻ ചിക്കൻ കറിയിൽ ഞാൻ ചെറിയുള്ളി ഉപയോഗിക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ സവാള കൂടുന്തോറും ചിക്കൻ കറിക്ക് മധുരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചിക്കൻ കറി വെച്ചിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ സ്വീറ്റ്നെസ്. മധുരം ഇടാണ്ട് തന്നെ അത് തക്കാളി ആ സവാളയുടെ സ്വീറ്റ്നെസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയുള്ളി കൂടുതൽ ഇട്ടാൽ മതി, സ്വീറ്റ്നെസ് വരത്തില്ല. 3 സവാള ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മധുരം വരില്ല, അത് പേടിക്കണ്ട. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം ഇതിലിട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റിസ്ക് എടുക്കണ്ട. കുക്കറിലായതുകൊണ്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മാത്രമല്ല ചിക്കൻ്റെ വേവ് ഓരോ ചിക്കൻ അനുസരിച്ച് മാറ്റം വരും. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ചിക്കൻ നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് 1 വിസിൽ അടിച്ച് അപ്പം തന്നെ തുറക്കണം, അതല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. അതേസമയം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും. 2-3 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഉപയോഗിക്കാറുള്ളതല്ലേ ചിക്കൻ, അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കാം. 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, അതിനുശേഷം അപ്പം തന്നെ നമ്മൾ തുറക്കണം. അതായത് ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകും. ഇതിനൊക്കെ ഇങ്ങനെ മാംസമൊക്കെ ഇങ്ങനെ വിട്ടുവരാൻ തുടങ്ങും. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചേട്ടന് നന്നായി കുക്കാവണം. അപ്പോൾ ഞാൻ ഒരു ദിവസം കുക്കർ ചിക്കൻ ഉണ്ടാക്കിയ സമയത്ത് കൂടുതൽ വെന്തുപോയി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഗ്രേവിയിലേക്കൊക്കെ ചിക്കൻ്റെ പീസസ് ഒക്കെ ഇങ്ങനെ മിക്സായി കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വേവിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ കുക്കർ 1 വിസിലടിച്ചു. അപ്പം തന്നെ ഞാൻ പോയിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് അങ്ങ് കുക്കായി പോകും. അപ്പോൾ നിങ്ങൾ കുക്കായോ എന്ന് അറിയാൻ വേണ്ടി കണ്ടിട്ട് ഒരു ചെറിയ കഷ്ണം ചിക്കൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഉള്ളിലോട്ട് പോകുന്നുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് കുറുക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് ചാറ് ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. എന്തായാലും തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 ഉള്ളി കാച്ചുന്നുണ്ട്. ഉള്ളി കാച്ചണ്ട എന്നുണ്ടെങ്കിൽ നിർത്താം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വെച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാവും. പിന്നെ വേണമെങ്കിൽ ഇതിലോട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇപ്പം നമ്മൾ ഇടിയപ്പം അതുപോലെ തന്നെ തിരിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ കൂടെ കുറച്ച് നല്ല തൈമ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ സ്വാദ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റുഡൻസിനൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. തേങ്ങയും തേങ്ങാപ്പാലൊക്കെ നമുക്കൊരു വീക്ക്നെസ് ആണ്, വെളിച്ചെണ്ണയൊക്കെ. അപ്പോൾ എന്തായാലും നന്നായി ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളി കാച്ചാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഗരം മസാല നമ്മളൊരു 1/4 ടീസ്പൂൺ മാത്രമല്ല ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഗരം മസാല താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ഇടുന്ന കാരണമാണ് ഈ ചിക്കൻ കറിക്ക് നല്ലൊരു കളറുള്ളത്. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കളർ കിട്ടില്ല. പക്ഷേ ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ഇട്ട മുളക് പൊടിക്ക് പകരമായിട്ട് മൊത്തത്തിൽ 1.25 ടേബിൾ സ്പൂൺ ഇടേണ്ടി വരും കേട്ടോ. കാരണം എല്ലാവരും അതിൽ ചിലപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടായിന്ന് വരില്ല. അതേസമയം ഇപ്പം നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. പക്ഷേ എപ്പോഴും വഴറ്റുന്ന സമയത്ത് അധികം സമയം എടുത്ത് വഴറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ചിക്കൻ കറിക്കൊക്കെ ഒരു വല്ലാത്തൊരു ഇതിൻ്റെ മണമായിരിക്കും. അതായത് നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ഒരു കുത്തുമണം നിൽക്കും. അതുകൊണ്ട് ചിക്കൻ കറിക്ക് എപ്പോഴും, ചിക്കൻ കറി നല്ല ഏത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ വഴറ്റുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മളിതങ്ങ് വഴറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചാറ് വേണം, കാരണം തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്കായിട്ട് മാറും. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെറിയുള്ളി കാച്ചി, അല്ലെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് എന്തൊക്കെ ചേർത്ത് കൊടുക്കണം എന്നറിയാമോ? ഞാൻ ലാസ്റ്റ് ഇതിലോട്ട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു 2 പച്ചമുളക് സ്ലാൻഡിങ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി കുരുവെല്ലാം കളഞ്ഞിട്ടുള്ള തക്കാളിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷെ നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഞാനിതിലേക്ക് കുറച്ച്
ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഉള്ളി കാച്ചുമ്പോൾ നമ്മുടെ നാട്ടിൽ ഓർമ്മ വരും എനിക്ക്. എൻ്റെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി കാച്ചാറുണ്ടായിരുന്നു അമ്മ. ഞാൻ ഇതേപോലെ വല്ലപ്പോഴും മാത്രമേ കേട്ടോ ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ല ഗോൾഡ് കളർ വരുന്ന വരെ നമുക്കിതങ്ങ് വഴക്കി കൊടുക്കാം. അപ്പോൾ നല്ല ചെറിയ ഉള്ളി നമ്മുടെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം അങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ രുചിയൂറും ഈസി ചിക്കൻ കറി, നമ്മുടെ കുക്കർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ടേ ചാറ് ഇപ്പം തന്നെ കുറുകി തുടങ്ങി. അപ്പോൾ ചാറിൻ്റെ ഇങ്ങനെ ഇരിക്കണം. എന്നാലാണ് ഇച്ചിരിയും കൂടെ ചൂടാറുമ്പോൾ ചാറ് കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആകെ തിക്കായി മാറും. പിന്നെ എപ്പോഴെങ്കിലും ചാറ് കുറുകി തോന്നുന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ പാടില്ല. പച്ചവെള്ളം ഈ കറിയിൽ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ചിക്കനിലേക്കൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിരുന്നോളും. അപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും തന്നെ നല്ല സൂപ്പറായിരിക്കും. ഇപ്പോൾ സൂപ്പറാണ് എങ്കിലും ആ ചിക്കനിലോട്ടൊക്കെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീതിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോളാം നമുക്ക്. പ്രീതി ഒന്ന് വാ. ചൂടുണ്ട്, വായ കൊള്ളരുത് കേട്ടോ. നല്ല നാടൻ ചിക്കൻ കറി, നമ്മുടെ നാടൻ ചിക്കൻ കറി പ്രീതി അപ്രൂവ് ചെയ്തല്ലോ. അടിപൊളി. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.